കറുമ്പന്റെ പെണ്ണ്. രചന ബിബിനെസ് ഉണ്ണി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കറുമ്പ. ജന്മന അല്പ ഇരുണ്ട തന്നെ കളിയാക്കി വിളിക്കുന്ന പേര് കേട്ട് അമ്പലക്കുളത്തിന്റെ കരയിലിരുന്നു അരുൺ. അയാൾ എറിയാനായി ഒരു കല്ലുമായി തിരിഞ്ഞു വീഴുന്ന കണ്ണുകളോട് തനിക്കടുത്തേക്ക് വരുന്ന അതിസുന്ദരിയും അമ്മാവന്റെ മകളുമായ ആതിരയെ കണ്ട് ഒരു നിമിഷം അവൻ മതിമറന്നു നിന്നു. അപ്പോഴേക്കും അവന്റെ കയ്യിൽ നിന്ന് ആ കല്ലുകൾ അറിയാതെ തന്നെ താഴേക്ക് വീണിരുന്നു. ആരടി എന്റെ ചങ്കിനെ കളിയാക്കുന്നത്? അമ്പലക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന അരുണിന്റെ കൂട്ടുകാരൻ അനന്ത് പുറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോഴാണ് അരുൺ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നത്. അവൻ പെട്ടെന്ന് അനന്തുവിനെ നോക്കിയപ്പോഴും അനന്തുവിന്റെ കണ്ണൊരു ചിരിയോടെ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന അനിയത്തി ആതിരയിലായിരുന്നു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവനെ കറുമ്പാന്ന് വിളിക്കരുതെന്ന്. പിന്നെ ഈ കറുമ്പനെ കറുമ്പാന്നല്ല വെളുമ്പാന്ന് വിളിക്കാൻ പറ്റുമോ? ആതിര കളിയോടെ തന്നെ അരുണിനെ നോക്കി ആനന്ദുവിനോട് ചോദിച്ചു. നിനക്കെന്താടി പറഞ്ഞ മനസ്സിലാവില്ലേ? ആനന്ദു അതും പറഞ്ഞ് ആളുടെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. വേദനിക്കണോ? ആനന്ദുവിന്റെ കയ്യിൽ കിടന്ന് ആതിര ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ആനന്ദു ആള് വിടാ, അങ്ങനെ വിട്ടാ പറ്റില്ല. ഇതിപ്പോ കൊറേ ഞാൻ ഇവളോട് അതിന് ഞാൻ ചേട്ടനെ അല്ലല്ലോ കറുമ്പാന്ന് വിളിക്കുന്നു, ഈ കറുമ്പനെ അല്ലേ? ആനന്ദുവിന്റെ കയ്യിൽ നിന്നും പിടിവിട്ടാൽ കുറുമ്പോടെ പറഞ്ഞു. അത് കേട്ട് അരുൺ കുളത്തിൻകരയിൽ നിന്ന് എണീറ്റ് പോയി. എടി വെള്ളപ്പാറ്റേ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള അവനങ്ങനെ വിളിക്കരുതെന്ന്. അല്ലെങ്കിൽ തന്നെ സ്വന്തം അച്ഛനും ചേട്ടന്മാരും പോലും അവനെങ്ങനെയാ വിളിക്കുന്നത്. ഒരാളുടെ ശരീരത്തിന്റെ നിറം നോക്കിയല്ല മനസ്സിന്റെ നിറം നോക്കിയാണ് സ്നേഹിക്കേണ്ടത്. അതൊന്നും നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ഇനി എന്റെ മുന്നിൽ വെച്ചെങ്ങാനും അവനങ്ങനെ വിളിക്കുന്ന കേട്ടാ സ്വന്തം പെങ്ങളാണെന്ന് ഞാൻ നോക്കില്ല. കേട്ടോടി വെള്ളപ്പാറ്റേ. അതും പറഞ്ഞുകൊണ്ട് അരുൺ പോയ വഴി ആതിരയെ ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് അനന്തവും കയറിപ്പോയി. അത് കണ്ടൊരു ചിരിയോടെ അവൾ അവരുടെ പോക്ക് കണ്ട് അവിടെ തന്നെ നിന്നു. ശേഷം അവളും തിരിച്ച് വീട്ടിലേക്ക് പോയി. നീ ഇവിടെ വന്നിരിക്കുകയായിരുന്നു, ഞാൻ എവിടേക്ക് നിന്നെ അന്വേഷിച്ചു. മഞ്ചാടി മരത്തിന് കീഴെ ഇരിക്കുന്ന അരുണിനെ കണ്ട് ആനന്ദു അതും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഇവിടെ അല്ല ഞാൻ പിന്നെ എവിടെ പോവാൻ? അരുൺ ആനന്ദുവിനെ നോക്കിയൊരു വിഷാദച്ചിരിയോടെ പറഞ്ഞു. എടാ നീ ഇപ്പോഴും അവൾ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണോ? അവള് ചുമ്മാ നിന്നെ എന്ത് വിഷമാണ്? അവൾ ഇന്നൊന്നും തുടങ്ങിയല്ലോ ഈ വിളി. അതുമല്ല, ഈ കറുമ്പ എന്നുള്ള വിളി എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേട്ടു തുടങ്ങിയല്ലേ. അതും ആദ്യം വിളിച്ച സ്വന്തം അച്ഛൻ തന്നെ, അതിനുശേഷം എൻ്റെ കൂടപ്പുറപ്പുകൾ, പിന്നെ ഞാൻ കൂട്ടുകൂടാൻ ചെന്നവരല്ല. അതിനുശേഷം സ്കൂളിൽ ചെന്നപ്പോൾ അവിടെയുള്ളവരും എൻ്റെ പേരിനേക്കാൾ എന്നെ വിളിച്ചവർ കറുമ്പാന്നല്ലേ. അവസാനം ഞാൻ അവിടെയുള്ള എൻ്റെ ചേട്ടന്മാർക്ക് നാണക്കേടാന്ന് പറഞ്ഞ് എൻ്റെ സ്കൂള് പോലും മാറ്റി അച്ഛനെന്ന്. പിന്നെ ആകെയുള്ളൊരാശ്വാസം, ഈ 25 വർഷമായിട്ടും കറുമ്പാന്ന് വിളിക്കാത്ത കുറച്ച് പേരിൽ എൻ്റെ അമ്മയും ചങ്ക് പോലെ കൂടെ നടക്കുന്ന നീയും അമ്മാവനും അമ്മായിയും പിന്നെ എൻ്റെ ഏടത്തിയും മാത്രമാണ്. സ്വന്തം കൂടപ്പിറപ്പുകൾക്കില്ലാത്ത സ്നേഹം കൂടപ്പിറപ്പിൻ്റെ ഭാര്യയ്ക്കുണ്ട്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടോ സീതയെടുത്ത് എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നെങ്കിലെന്ന്. അതുകൊണ്ട് തന്നെ ഈ കറുമ്പാന്നുള്ള അവിടെയെന്നല്ല ആരുടെ വിളി എനിക്കിപ്പോഴും ഒരു പ്രശ്നമല്ല. പിന്നെ നീ എന്താ ഇവിടെ വന്നിരുന്ന്? അല്ല, എന്തെങ്കിലും സങ്കടമുള്ളപ്പോഴാണല്ലോ നീ ഇവിടെ വന്നിരിക്കുന്നത്? ആനന്ദ് വീണ്ടും ചോദിച്ചു. എടാ അത് നിനക്കറിയാലോ, നമ്മളെ പഠിത്തം കഴിഞ്ഞിട്ടിപ്പോൾ വർഷം 2 ഇതുവരെ എനിക്കൊരു ജോലിയായില്ല. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അതിൻ്റെ കൂടെ അച്ഛൻ്റെയും ചേട്ടന്മാരുടെയും കുറ്റപ്പെടുത്തലും പുച്ഛവും. അതിനും കാരണമുണ്ട്. എന്നേക്കാൾ പഠിപ്പിന് മോശമായ എൻ്റെ 2 ചേട്ടന്മാർക്കും ജോലിയായി. ഒരുത്തൻ്റെ കെട്ടും കഴിഞ്ഞു. അടുത്തവൻ്റെ കെട്ടിൻ്റെ കാര്യം ഇന്ന് രാവിലെ കൂടെ പറയുന്നു കേട്ടു. അതെല്ലാം കൂടി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാ അവള് വന്ന്. അതും പറഞ്ഞുകൊണ്ട് അരുൺ അവിടെ കിടന്ന മഞ്ചാടിക്കുരുക്കൾ പെറുക്കാൻ തുടങ്ങി. എല്ലാം ശരിയാവടാ. അത് തന്നെയാ എൻ്റെ ഒരു ആശ്വാസം. പിന്നെയും കുറെ നേരം രണ്ടുപേരോട് സംസാരിച്ചിരുന്നു. നേരെ സന്ധ്യയോടടുത്തും അവൻ പോവാനായി എണീറ്റു. ഇതുകൂടി കൊണ്ടുപോയിക്കോ നീ, എന്തായാലും ഇതുകൊണ്ടൊരു പ്രയോജനമില്ല, നിന്റെ കയ്യിലിരിക്കട്ടെ. അവൻ പറഞ്ഞ എൻ്റെ കയ്യിൽ ശേഖരിച്ച മഞ്ചാടിക്കുരുക്കൾ അരുൺ അനന്തുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ശരിയെന്നാ, നാളെ കാണാം. അതും പറഞ്ഞ അനന്തു അവന്റെ വീട്ടിലേക്കും അരുൺ അവന്റെ വീട്ടിലേക്കും നടന്നു. വീണ്ടുമ്പിലെത്തിയപ്പോൾ അകത്തുനിന്ന് അച്ഛൻ്റെയും അമ്മാവിൻ്റെയും സംസാരം കേൾക്കുന്നുണ്ട്. ഹാളിലേക്ക് എത്തിയതും അച്ഛനും അമ്മാവിനൊപ്പം അവരുടെ അടുത്തായി അമ്മയും അമ്മായിയെ അടുത്തിരിപ്പുണ്ട്. എല്ലാവരെയും നോക്കി ചിരിച്ചു എന്ന് വരുത്തിക്കൊണ്ടവൻ മുകളിലെ തന്റെ റൂമിലേക്ക് ചെന്നു. അല്പസമയം കഴിഞ്ഞതും അരുണിന്റെ അടുത്ത് സീത അവന്റെ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും അരുൺ കുളിച്ച് ഫ്രഷായി മുറിയിലെ മേശയുടെ മുമ്പിലുണ്ടായിരുന്നു. എന്താണ് മോനെ പരിപാടി? സ്ഥിരം വരപ്പരിപാടി തന്നെയാണ് ഇന്നും. ആകും പറഞ്ഞുകൊണ്ട് അവൾ അരുൺ പെൻസിൽ കൊണ്ട് വരച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഡയറി എടുത്തു. ഇങ്ങനെ ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൾ ഡയറിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സാധാരണ എല്ലാവരും വല്ല ക്യാൻവാസിലോ അല്ലെങ്കിൽ ഡ്രോയിങ് ബുക്കിലൊക്കെയാണ് വരയ്ക്കുന്നത്. എന്നാൽ ഇവിടെ ഒരുത്തം വരയ്ക്കുന്ന മുഴുവൻ ഡയറിയിലും. അതും കുട്ടിക്കാലം മുതൽ സ്നേഹിക്കുന്ന പെണ്ണിനെ മാത്രമേ വരയ്ക്കൂ. എന്നാൽ ഇത് അവളെ കാണിക്കോ? അതുമില്ല. സീത അരുണിനെ നോക്കി പറഞ്ഞു. അവനവളെ നോക്കിയതും ചിരിച്ചു. അരുണിന് ആതിരയോടുള്ള ഇഷ്ടം ആകെ അറിയാവുന്നത് സീതയ്ക്ക് മാത്രമാണ്. എടാ നിനക്ക് ഇനിയെങ്കിലും അവളോട് തുറന്നു പറഞ്ഞൂടെ? കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടുനടക്കുന്ന എൻ്റെ ഈ പ്രണയം. സീത ഡയറി മടക്കിക്കൊണ്ട് അവനോട് ചോദിച്ചതും ഒരിക്കലും സഫലമാകാത്തൊരു പ്രണയമാണ് എടുത്ത് എൻ്റേത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ ഈ പ്രണയം ഇവിടെ ഹൃദയത്തിന്റെ ഏറ്റവും അടിയിൽ സുരക്ഷിതമായി ഇരുന്നോട്ടെ. അരുണൊരു വിഷാദ ചിരിയോടെ തന്നെ നെഞ്ചിലേക്ക് കൈ ചേർത്തുകൊണ്ട് അവളോട് പറഞ്ഞു. അതിന് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാലേ അറിയൂ. എൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടോ നിലവിളിക്കിൻ്റെ അടുത്ത് വെച്ച കരിവിളക്ക് പോലെയാ. അതും പോരാ എന്നെ കണ്ട നാൾ തൊട്ട് കറുമ്പ എന്നല്ലാതെ അവൾ വിളിച്ചിട്ടില്ല. അരുൺ എന്ന എൻ്റെ പേര് പോലും അവൾക്ക് അറിയുമെന്ന് സംശയ.
അങ്ങനെയുള്ള അവളോട് ഞാൻ എങ്ങനെ എൻ്റെ പ്രണയം തുറന്നു പറയും? ഇനി അഥവാ ഞാനെങ്ങാനും അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവളെന്നെ കളിയാക്കി കൊല്ലും. പിന്നെ അവളുടെ സ്വഭാവത്തിന് ചിലപ്പോൾ ഞാൻ ഇഷ്ടം പറഞ്ഞ കാര്യം നാട് നിങ്ങളെ പറഞ്ഞിടക്കും. പിന്നെ ഇതും പറഞ്ഞായിരിക്കും ഏടത്തിയുടെ കെട്ടിയൻ ഉൾപ്പെടെയുള്ളവർ എന്നെ കളിയാക്കാൻ വരുന്നത്. അതിനേക്കാളൊക്കെ എന്നെ പുറകോട്ട് വിളിക്കുന്ന മറ്റൊരു കാര്യം ഡേസി, അവളുടെ ചേട്ടൻ എൻ്റെ അനന്ത് ചങ്ങിനെ പോലെ കൂടാണെന്ന് അവൻ്റെ മനസ്സിലിപ്പോൾ ഇതാണെന്ന് അവൻ അറിഞ്ഞാൽ പിന്നെ എനിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ? 5-ാമത്തെ വയസ്സ് മുതൽ എൻ്റെ കൂടെ കൂടിയവനവൻ. എന്നെ കറുമ്പാന്ന് വിളിക്കുന്നവരായിട്ട് എന്നെക്കാൾ കൂടുതൽ വഴക്കുണ്ടാക്കിയ പോലും അവനാണ്. പിന്നെ അമ്മായി അമ്മാവനും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അരുൺ ഇതും പറഞ്ഞൊരു വിഷാദച്ചിരിയോടെ സീതയെ നോക്കി. അതൊക്കെ പോട്ടെ, ഞാനിപ്പോഴും കാര്യം പറയും കൂടി ഇങ്ങോട്ട് വന്ന്. സീത അവർ നോക്കി പറഞ്ഞു. എന്താന്നുള്ള ഭാവത്തിൽ അരുൺ അവളെ നോക്കി. താഴെ നീ അമ്മാവനെയും അമ്മായിയും കണ്ടിരുന്നല്ലോ, അവര് ചുമ്മാ ഒന്നൊന്നല്ല. ആതിരി ഇവിടുത്തെ അനിയൻകുട്ടിന് വേണ്ടി ആലോചിക്കാൻ അവർ വന്ന്. സീത പറഞ്ഞു. അവൻ ചെറുതായൊന്ന് ചിരിച്ചു. നിനക്കെന്താ ഇത് കേട്ടിട്ട് ഞെട്ടിൽ പോലും ഇല്ലാത്ത? അരുണിന്റെ മുഖത്ത് ചിരിയാണ്ട് സീത അത്ഭുതത്തോടെ ചോദിച്ചു. ഞാനിത് പ്രതീക്ഷ അയച്ചി. അരുൺ പറഞ്ഞിട്ട് സീത സംശയത്തോടെ അവനെ നോക്കിയതും അവന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. വേദന നിറഞ്ഞൊരു ചിരി. ചെറുപ്പം മുതലേ അവർ 3 പേരും ഒരുമിച്ചായിരുന്നു. അതിപ്പോ കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും സ്കൂളിൽ പോകാനാണെങ്കിലും മറ്റെന്ത് കാര്യത്തിനായാലും അനിലേട്ടൻ അവളൊന്നും അവന്റെ കുഞ്ഞിപ്പങ്ങൾ തന്നെയായിരുന്നു. എങ്കിലും അവളെപ്പോഴും അനിയന്റെ കയ്യിൽ തൂങ്ങി നടക്കൂ. ഈ കറുമ്പനെന്ന വിളി കാരണം അവർ കൂട്ടാൻ നടന്ന എന്റെ കൂടെ ഒരു നിഴല് പോലെ എന്റെ അനന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളർന്നു കഴിഞ്ഞിട്ട് ഈ 10 വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. അപ്പം എനിക്കങ്ങനെ തോന്നി. എങ്കിലും വെറുതെ ആശിച്ചു ഈ പൊട്ടനിൽ ഓട്ടടിക്കുന്ന പോലെ വല്ല നടക്കുകയെന്ന്. പക്ഷെ ഇപ്പോ ആ പ്രതീക്ഷ അസ്തമിച്ചു. അതുകൊണ്ട് ആതിര എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ ആദ്യ പ്രണയം ചിലപ്പോൾ അവസാനത്തേതും അത് ഈ മനസ്സിലും എൻ്റെ ഡയറിയിലുമായിട്ട് എരിഞ്ഞടങ്ങട്ടെ. അരുൺ സീതയുടെ കയ്യിൽ നിന്ന് ഡയറി വാങ്ങി അതിലാവും വരച്ച ആതിരയുടെ ചിരിസമൂഹത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സംസാരിക്കട്ടെ അവളോട്? എന്തിന്? അതൊന്നും വേണ്ട ചേച്ചി. അവൾക്ക് എന്നെക്കാൾ ചേർച്ച അനിയേട്ടൻ തന്നെയല്ലേ. അവളുടെ ഒപ്പം നിൽക്കുന്ന സൗന്ദര്യവും അവളെ പൊന്നുപോലെ നോക്കാൻ നല്ലൊരു ജോലിയും ചിലപ്പോൾ അവർക്കും പരസ്പരം ഇഷ്ടമായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ അമ്മാവനിപ്പോൾ ഇങ്ങനെ ഒരു ആലോചനയായിട്ട് വന്നു തന്നെ. അതിപ്പോൾ അവളോട് ചോദിച്ചാലേ അറിയൂ. അരുൺ പറഞ്ഞിട്ട് സീത പറഞ്ഞു. എൻ്റെ ചേച്ചി അവർ രണ്ടുപേരെയും കൂടി ഒരുമിച്ചുണ്ടാലും ആരും മോശമെന്ന് പറയില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. സൗന്ദര്യമില്ല, ജോലിയില്ല, ഇത് രണ്ടും ഇല്ലാത്തവനെ എല്ലാം സ്വപ്നം കാണാൻ മാത്രമേ പറ്റൂ ചേച്ചി. ഞാൻ കണ്ടതും അങ്ങനെ ഒരു സ്വപ്നം തന്നെയാണ്, ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം. ചേച്ചി വെക്കോ, ഞാനൊന്ന് കിടക്കട്ടെ. അരുൺ അവളെ നോക്കി പറഞ്ഞു. സീത അവനെ നോക്കി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. അതെ, ഓരോന്ന് സ്വയം ആലോചിച്ചുകൂട്ടി നടക്കുമ്പോൾ ഒന്നുകൂടെ ഓർത്തോ, ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ വീട് ഇതായിരിക്കും. പ്രണയിനിയായിട്ട് കണ്ടയാൾ സ്വന്തം വീട്ടിൽ ചേട്ടന്റെ ഭാര്യയായിട്ട് കഴിയുന്നു, അവളെ ഏടത്തിയായി കാണുന്ന കൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ വാതിൽ പുറത്തുനിന്ന് വലിച്ചടച്ചു. ദിവസങ്ങൾ പിന്നെയും പലതും കടന്നുപോയി. അതിനിടയിൽ ഒരിക്കൽ പോലും അരുൺ ആതിരയുടെ അനന്തുവിന്റെയോ മുന്നിലേക്ക് പോയിരുന്നില്ല. അതിരാവിലെ എവിടേക്കോ പോകുന്നു, രാത്രിയിൽ നേരം വൈകി വരുന്നു. ഇത് തന്നെയായിരുന്നു അരുണിന്റെ പതിവ്. അനന്തുവിനൊരു ജോലി ഉണ്ടായിരുന്നുകൊണ്ട് അവനും അരുണിനെ അധികം ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അരുൺ വരുന്നത് നോക്കി അവന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരുന്നു. പതിവ് പോലെ നേരം വൈകി വന്ന അരുൺ പതിവില്ലാതെ തന്നെ നോക്കിയിരുന്ന അച്ഛനും അമ്മയും കണ്ടതൊന്ന് പതറി. നീയൊന്ന് നിന്നേ. അച്ഛനെ കണ്ട് മനസ്സിലൂടെ വീടിനുള്ളിലേക്ക് പോകാൻ നോക്കി അരുണിനെ അച്ഛൻ പുറകിൽ നിന്ന് വിളിച്ചു. അവൻ അവിടെ നിന്നു. നീ ഇപ്പൊ കുറെ ആയിട്ട് താമസിച്ചാണല്ലോ വരുവ്, അതുപോലെ രാവിലെ നേരത്തെ പോകുന്നു. നിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയോട് ചോദിച്ചപ്പോ അവൾക്കും അറിയില്ല. അതാ പൊന്നുമോ വരുന്നവരെ നിന്നെ നോക്കി ഞാനിവിടെ ഇരുന്ന്. എവിടേക്കാടാ നീ പോകുന്നത്? അത് ഞാൻ അച്ഛ ജോലിക്കായി. അച്ഛൻ ചോദിച്ചു. അരുൺ പതർച്ചയോടെ പറഞ്ഞു. എന്നിട്ട് വല്ലതും ശരിയായോ? അച്ഛൻ അവൻ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. ഇല്ല, നോക്കുന്നുണ്ട്. അരുൺ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അച്ഛനെന്തോ പറയാൻ തുടങ്ങിയതും അമ്മയാളുടെ കയ്യിൽ പിടിച്ചരുതെന്ന് പറയാതെ പറഞ്ഞു. അയാൾ അവനെ നോക്കിയത് അമർത്തി മൂടി. നിന്റെ ചേട്ടന്റെ കല്യാണം ഞങ്ങൾ ഏകദേശം ഉറപ്പിച്ചു. നാളെ അവന് പെണ്ണ് കാണാൻ പോണം. അവന്റെ മുറപ്പെണ്ണ് ആതിരയാണ് വധു. പെണ്ണിനെയും വീട്ടുകാരെയും നമുക്കറിയാവുന്നവർ തന്നെയാണെങ്കിലും ചടങ്ങ് പോലെ തന്നെ വേണമല്ലോ. ഈ കുടുംബത്തു നിന്ന് എല്ലാവരും കൂടിയാണ് അവിടേക്ക് പോകുന്നത്. അതുകൊണ്ട് നാളെ നീ മറ്റെവിടേക്കും പോകരുത്, അച്ഛൻ ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ട് തലയാട്ടിക്കൊണ്ടവൻ വീടിനുള്ളിലേക്ക് കയറി. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ ആതിരയുടെ വീട്ടിലേക്ക് പോയി. അച്ഛനും അമ്മയും അരുണിനും 2 ചേട്ടന്മാരും സീതയും അരുണും കൂടെയായിരുന്നു പെണ്ണ് കാണാനായി പോയത്. അവർ ആതിരയുടെ വീട്ടിലേക്ക് ചെന്നു. അനന്തും അച്ഛനും ചേർന്ന് അവരെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തി. അവരുടെ സംസാരത്തിനൊടുവിൽ ആതിരയുടെ അച്ഛൻ രാഘവൻ ആതിരയെ വിളിച്ചതും പഴുക്കാ മഞ്ഞ കളർ ധാവണിയും കടൻ ചുവപ്പിൽ മഞ്ഞപ്പൊട്ടുകളുമുള്ള പട്ടുപാവടയും ബ്ലൗസും അണിഞ്ഞ് കണ്ണിൽ കരിമഷി കൊണ്ടെഴുതി നെറ്റിയിൽ ചന്ദനക്കുറിയും ചെറിയൊരു പൊട്ടും തൊട്ട് ഇരുവൈകളിൽ 2 വളകളും ഇട്ട് ഒരു ട്രെയിനിൽ വരുന്നവർക്കുള്ള ചായയുമായി അവരുടെ മുന്നിലേക്ക് അവൾ വന്നു. മോള് തന്നെ അവന് ചായ കൊടുത്തേര്. പിന്നെ ചെറുക്കനെ ശരിക്കും നോക്കിയേക്കണേ, ഇനി ചെറുക്കനെ കണ്ടില്ല എന്ന് പറയരുത്. അരുണിന്റെ അമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. ആ ചിരി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ചുണ്ടുകളിലേക്കും പകർന്നു. പക്ഷെ അരുൺ അപ്പോഴും തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ ചിരി അവന് അരോചകമായി തോന്നി. അവിടുന്ന് ഇറങ്ങിപ്പോയാലെന്ന് വരെ ഒരു വേള അവന് തോന്നി. പക്ഷെ അങ്ങനെ ചെയ്താൽ അതിന് പുറകെ വരുന്ന ചോദ്യങ്ങളും സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ തന്നെ ഇത്രയും നാളും ചേർത്തിർത്തിയ അമ്മ അവനോടും അമ്മായിയോടും അനന്തുവിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കുമെന്നോർത്ത് അവൻ അവന്റെ സങ്കടവും ദേഷ്യവും കടിച്ചു പിടിച്ചിരുന്നു. ഓരോ നിമിഷം അടുത്തടുത്ത് വരുന്ന അവരുടെ പാദസരത്തിന്റെ കിലുക്കം കാതിലടിക്കുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയം ഓരോ നിമിഷവും പതിവിലും കൂടുതൽ മിടിക്കുന്നതായും തൊണ്ട വരളുന്നതായും തോന്നിയവന്
അതോടൊപ്പം തന്നെ ആദ്രിയെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോവുകയാണെന്നുള്ള സത്യം കൂടെ അവനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കൊണ്ട് എന്ന് എത്തിച്ചു. ഒന്നും കാണാതെയും കേൾക്കാതെയും ഇരിക്കാനായി അവൻ 2 കണ്ണുകൾ ഇറുക്കി അടച്ചു. അവന്റെ അവസ്ഥ അറിഞ്ഞെന്നോണം സീതയുടെ കരങ്ങൾ അവന് കയ്യിൽ പൊതിഞ്ഞു പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.